ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു വിശേഷപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറൊന്നല്ല, എമ്മിക്കുട്ടിയുടെ സ്കൂളിലെ പ്രോഗ്രാമായിരുന്നു ഈ നവംബർ 14 അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. സോറി, അപ്ലോഡ് ചെയ്യാനൊക്കെ ലേറ്റായി. അപ്പോൾ അന്ന് എമ്മിക്കുട്ടിക്ക് 2 ഡാൻസ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഡാൻസും ഉണ്ടായിരുന്നു, ഒരു സിംഗിൾ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വേഷമാണ് ഇത്. ഒരു നാടൻ പാട്ടിൻ്റെ ഡാൻസായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഞങ്ങളണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഉമ്മയും ജാനിക്കും ഒക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളണ്ട് കണ്ടപ്പോൾ ആകൊക്കെ കൂടെ എന്തോ ഒരു ചമ്മലോ നാണോ ഒക്കെ കൂടെ ആയിരുന്നു. അപ്പോൾ മേക്കുട്ടിയുടെ ഫ്രണ്ട്സുകളൊക്കെയാണ്, ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. KG സെക്ഷൻ മാത്രമാണ് അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എന്താ പറയുക, അവരുടെ മാത്രം പ്രോഗ്രാമായിരുന്നു. നമ്മൾ ചിൽഡ്രൻസ് ഡേ ഉണ്ടല്ലോ, അന്നാണ് എല്ലാ വർഷവും അവരുടെ സ്കൂളിലെ കുട്ടികളുടെ പരിപാടി ഉണ്ടാവുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരിക്കുകയായിരുന്നു. കുഞ്ഞു മക്കൾ ഒരുപാട് നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും പല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടിക്ക് ചെറിയൊരു പേടി, ആൾ എല്ലാത്തിലും പങ്കെടുപ്പിക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറിയ പിള്ളേരെ എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കണം. ചില പിള്ളേർ ചിലപ്പോൾ നല്ല പേടിയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കളിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് ഇതുപോലെ സ്റ്റേജുകളിലൊക്കെ അവരെ കയറ്റി പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിച്ച് ഒരു പേടി മാറ്റിയെടുക്കണം ചെറുപ്പത്തിൽ. നമ്മൾ ചിലപ്പോൾ അവർ പേടിയല്ലേ എന്ന് കരുതിയിട്ട് ചിലവരൊന്നും അങ്ങനെ കയറ്റാറില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, എനിക്ക് മൂത്ത ഇതിൽ തന്നെ എനിക്ക് ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ കയറ്റിയെങ്കിലും ചില പരിപാടിക്കൊന്നും ഞാൻ പങ്കെടുപ്പിക്കാറില്ലായിരുന്നു. ആൾ സമ്മതിക്കില്ല. അപ്പോൾ പക്ഷേ എമി അങ്ങനെയല്ല, ആൾ ഒക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പങ്കെടുപ്പിക്കും. അതുകൊണ്ട് ഇപ്പം എല്ലാത്തിലും അവൻ പാടുകയോ പാടാതിരിക്കുകയോ, ഇപ്പോൾ അവരുടെ കുറച്ച് ദിവസം മുന്നേ കഥ പറയുക, ഈ സ്റ്റോറി ടെല്ലിങ് അതുപോലെ റൈംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പങ്കെടുപ്പിച്ചു. അപ്പോൾ ഞാൻ മിസ്സിനോട് വിളിച്ചിട്ട് അവൻ വല്ലതും പാടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ മുഴുവനാക്കിയില്ലെങ്കിലും കുറേ ആൾ പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് എല്ലാ പിള്ളേരും. അങ്ങനെ പാടുന്നില്ല എന്ന് കരുതി ഒരിക്കലും അവരെ നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുപ്പിക്കാതിരിക്കരുത്. അങ്ങനെ അവർ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറിക്കോളും. അപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേരുടെ ഈ ഓരോ പ്രോഗ്രാം ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്കറിയാമായിരുന്നു, എൻ്റെ മനസ്സിൽ കുട്ടി എന്താ അറിയില്ല, ചിലപ്പോൾ സ്റ്റേജിൽ അങ്ങനെ പറയില്ല, ഡാൻസായിരുന്നു. അപ്പോൾ ഡാൻസൊന്നും ചെയ്യാണ്ട് അങ്ങനെ നിൽക്കും, സ്തംഭിച്ചങ്ങനെ നിൽക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാഷാ അല്ലാ, ഞാൻ വിചാരിച്ചതിലേക്കാളും അടിപൊളിയായിട്ട് ആൾ കളിച്ചു കേട്ടോ. സത്യത്തിൽ ഞാൻ പറയാമല്ലോ, അവന് ഇപ്പോൾ ഒരു കല്യാണത്തിന് പ്രോഗ്രാമിനൊക്കെ പോയാലും ചെറിയ പിള്ളേരൊക്കെ കല്യാണത്തിന് സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് ചെയ്യണ കാണാം. പക്ഷേ ഈ കുട്ടി ഇളകില്ല, ഇരുന്നവിടത്തിന് ഇളകില്ല. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള കസിൻസിൻ്റെ കല്യാണത്തിന് പോലും അവൻ കയറി ഡാൻസ് ചെയ്യാത്ത ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചോനെ കയറി എനക്കാണ്ട് അവിടെ നിന്ന് നിൽക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ കളിച്ചു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണെന്ന്? ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ, ആ മുകളിൽ മുടി കെട്ടിയിട്ടുള്ളതിൻ്റെ ആ പേരാണ് കേട്ടോ എമിക്കുട്ടി. അപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്ററായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി ഇങ്ങനെ പിള്ളേരുടെ ഡാൻസ് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ. സത്യത്തിൽ എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഡാൻസ് മൊത്തം ഇങ്ങനെ പിള്ളേരുടെ എല്ലാ ഡാൻസും കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ശരിക്കും നല്ലൊരു രസമായിരുന്നു അവരുടെ ക്യൂട്ട്നെസ്. അവർ തെറ്റിച്ചിട്ടാണെങ്കിലും ചിലവരൊക്കെ എന്തൊക്കെയോ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അത് കാണാനും ഒരു ക്യൂട്ട്നെസ് ആയിരുന്നു അല്ലേ. നമുക്കതൊക്കെ അല്ലൊരു സന്തോഷം. അങ്ങനെ എമിക്കുട്ടിയുടെ ഡാൻസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സോങ് എൻ്റെ കയ്യിൽ, എൻ്റെ ഫോണിലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക വെയിറ്റിങ്ങിലായിരുന്നു. ആളെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ആളെ കൊണ്ടുപോയിട്ട് ഈ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത ഡാൻസ് ചെയ്യാൻ. ഇത് ചെയ്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു സമാധാനമായി. കുഴപ്പമില്ല, ഇനി അടുത്ത ഡാൻസ് ആൾ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ആളിറങ്ങിയപ്പോൾ പറയണേ, ഞാൻ ഇനി കയറില്ല കേട്ടോ, ഞാൻ കളിക്കില്ല. ആളുടെ ഡാൻസിൽ ഒരു അംബ്രല്ലൊക്കെ വെച്ചിട്ടുള്ള കളിയായിരുന്നു, അംബ്രല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നോട് പറയണേ, ഞാൻ അംബ്രല്ല ഒന്നും സ്റ്റേജിൽ കയറ്റില്ല കേട്ടോ, ഞാൻ കൊണ്ടുപോവില്ല, ഞാൻ വെറുതെ ഒന്ന് കളിച്ചുകൊണ്ട്. ആളാകെ മൂട് മാറി സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തോന്നി കാണുമായിരിക്കും, എന്നെങ്കിലും കുഴപ്പമില്ല.
കയറി മാഷാല്ലാ. ആൾ കയറി കേട്ടോ. കയറി രണ്ടാമത്തെ ഒരു സിംഗിൾ ഡാൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫോൺ അവിടെ ഈ മോൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഫോണിലായിരുന്നു എടുത്തത്. മാത്രമല്ല കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ സൂം ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ കുഴപ്പമില്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇങ്ങനെയെങ്കിലും കിട്ടിയല്ലോ. അങ്ങനെ കുഴപ്പമില്ലാണ്ട് കളിച്ചു കേട്ടോ. സ്റ്റെപ്പൊന്നും ഇതിനെക്കാളും വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. വേറെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ടൊക്കെ കളിച്ചു. എന്നാലും കുഴപ്പമില്ല മാഷാല്ലാ. ഇങ്ങനെയെങ്കിലും കളിച്ചല്ലോ. എനിക്കൊരുപാട് സന്തോഷമായി കണ്ടപ്പോൾ കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരുപാട് പാരൻസ് കുട്ടികളെ പങ്കെടുപ്പിക്കാത്തവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കും എന്തുകൊണ്ടായിരിക്കും അവർ പങ്കെടുപ്പിക്കാത്തത്. കുട്ടികൾ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അവർ പങ്കെടുപ്പിക്കുക. സ്റ്റേജിൽ കയറി ചുമ്മാ നിന്നോട്ടെ, എന്തെങ്കിലും ആ ഒരു സ്റ്റേജ് ഫിയർ മാറിക്കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അപ്പം അടിപൊളിയായിട്ട് ആൾ കളിച്ചു കേട്ടോ മാഷാല്ലാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും തുടർന്ന് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.